മലയാളക്കരയെ നെഞ്ചോട് ചേർത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ഇന്നലെ കൊച്ചിയിൽ ഔദ്യോഗികമായി ഉപരാഷ്ട്രപതി സ്വീകരിച്ച ശേഷമാണ് ഗവർണറുടെ മടക്കം. പിണറായി സർക്കാരിൻ്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും സന്ധിയില്ലാ പോരാട്ടം നടത്തിയ ആരിഫ് മുഹമ്മദ് ഖാന് വീരോചിതമായ യാത്രയയപ്പാണ് കേരള ജനത നൽകിയത്. കേരള ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളും കൊണ്ട് ആനെ പോകുന്നത് നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. മലയാളികളെ അത്രമേൽ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരള ജനത നൽകിയ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ മലയാളത്തിലൂടെ പുറത്തു വരുന്നതും. ഭരണത്തിൻ്റെ തണലിൽ മതിമറന്ന് എന്തും ചെയ്യാമെന്ന പിണറായി ധാർഷ്ട്യത്തിനു മുന്നിൽ മുട്ടുമടക്കാതെ അധികാരമെന്തെന്ന് കാട്ടിക്കൊടുത്താണ് ആരിഫ് മുഹമ്മദ് ഖാനെ മലയാളികൾക്ക് അത്രമേൽ പ്രിയങ്കരനാക്കുന്നത്. ഗവർണർ എന്ന് പറയുന്ന ഒരു പാവയല്ല. ഗവർണർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, നിയമം ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ് നല്ലൊരു വിവരങ്ങൾ ആളുകൾ കിട്ടിയത്. നല്ല കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ ഒരു ടൈം കൂടി ഇവിടെ ഇരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരു ടൈം കൂടി അയാൾ ഇവിടെ ഇരിക്കണമായിരുന്നു. അതെ അതെ, അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയായാലും ധർമ്മത്തിലടിയുറച്ച തന്റെ കർമ്മം അത് തുടരുക തന്നെ ചെയ്യുമെന്ന് ഗവർണർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. We all try to serve, do our duty according to our own Prakirti Yanti Bhutani. Each one does according to the disposition on which one is created. This is a Sanatan law. കാലം എത്ര കടന്നുപോയാലും മലയാളികൾക്ക് അത്രമേൽ പ്രിയങ്കരനായി തുടരുക തന്നെ ചെയ്യും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ. ഗവർണർ പദവി 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ലെന്നും നിരന്തരം ജനസേവനത്തിന് മാത്രമുള്ളതാണെന്നും മലയാളികൾക്കും രാഷ്ട്രീയ ദുഷ്പ്രഭുത്വത്തിനും മനസ്സിലാക്കി കൊടുത്ത ശേഷമാണ് തൻ്റെ ദൗത്യം മറ്റൊരിടത്തേക്ക് പറിച്ചു നടുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.